ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളൊരു 2-3 ദിവസത്തെ മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞങ്ങളൊരു രാത്രി 12 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കൊല്ലത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോയിട്ടോ. അമ്പലത്തിൻ്റെ പേര് ജസ്റ്റ് മറന്നു പോയിട്ടോ. അപ്പോൾ എന്നോട് ഒരിക്കൽ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി അമ്പലത്തിൽ പോയി മണി കെട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും, നമ്മൾ മനസ്സിൽ വിചാരിച്ച് മണി കെട്ടി കഴിഞ്ഞാൽ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റിയില്ല. പിന്നെ ഏട്ടൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു നമുക്കെല്ലാം കൂടി പോയാലോ എന്ന് വെച്ചപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടിട്ടാ. അന്വേട്ടുണ്ട്, അന്വേട്ടൻ്റെ അനിയനും ഭാര്യയും ജയിച്ചു ഇതാട്ടത് അനിയൻ്റെ ഭാര്യയുടെ ആ സാരി കൊടുത്തതാണ് ഏട്ടൻ്റെ ഭാര്യ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൊല്ലത്തുള്ള ആ ഒരു അമ്പലത്തിലേക്ക് പുലർച്ചെ ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി 12 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന കുളി കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ. അവിടെ കുളിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാത്തന്നെ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബാത്റൂമുകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും ബാത്റൂമിൽ വെള്ളവും ഇല്ല, വൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളവിടുന്ന് കുളിച്ചില്ല കേട്ടോ. ഞങ്ങൾ മുഖമൊക്കെ കഴുകി ഓൾറെഡി നമ്മൾ കുളിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് പോയത്. ഭക്ഷണമൊക്കെ കഴിച്ച് കുളി കഴിഞ്ഞിട്ട് തന്നെയാണ് പോയത് കേട്ടോ. നമുക്കറിയാം, നമുക്ക് അവിടുത്തെ സാഹചര്യം അറിയാത്തതിന് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ 5 മണിക്ക് എത്തിയതിന് ശേഷം മുഖമൊക്കെ കഴുകി മേക്കപ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് 6 മണിയാകുമ്പോൾ നമുക്ക് നട തുറക്കുമ്പോൾ തന്നെ നമുക്ക് തൊഴാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ ഒരു അമ്പലം ഒരു കടലിലെ, ഈ അമ്പലത്തിൻ്റെ ബാക്കിലൊരു കടലാണ്. അപ്പോൾ രാവിലെ നേരം അമ്പലത്തിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരുടെ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മണി കെട്ടിയിട്ട്, അപ്പോൾ ഞാൻ ഒരു 3-4 മണി കെട്ടിയിട്ടാണ് മനസ്സിൽ 2-3 ആൾക്കാർക്ക് വേണ്ടി മനസ്സിൽ ഓരോ കാര്യം വിചാരിച്ചിട്ട് ഒന്ന് കുഞ്ഞിനെ വെച്ച് വരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വേണ്ടി മണി കെട്ടിയിട്ട്, പിന്നെ കുണിക്കൊക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് തന്നെ ആയിരുന്നു മണി മേടിച്ചിട്ട്. പക്ഷേ എന്തൊരു ഭംഗിയാന്ന് പറയുക, റെഡ് ചേട്ടൻ്റെ ഇടയിൽ ആ ഒരു മണി കെട്ടി കിടക്കണതാണ് എന്തൊരു ഭംഗിയാന്ന് വെച്ചാൽ. ഭയങ്കര രസമുള്ളൊരു, മനസ്സിന് ഭയങ്കര ഒരു രസമായിരുന്നു കാണിച്ച. എന്തൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ. അങ്ങനെ നമ്മളിത് മണി കെട്ടാണ് കേട്ടോ. അങ്ങനെ മനസ്സിന് ഓരോന്ന് ആഗ്രഹങ്ങളും പറഞ്ഞ് മണി കെട്ടിയിട്ട്, അപ്പം ഇനി നമ്മുടെ കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറ്റുന്നൊരു മണി, വലിയൊരു മണി മേടിച്ച് നമ്മളവിടെ ആ അമ്പലത്തിൽ കൊണ്ട് കെട്ടണതാണ് കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വഴിപാടുകൊണ്ട് നേർന്നിട്ടാണ് അവിടെ നിന്ന് വന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തീർന്ന് കിട്ടണമെങ്കിൽ ദൈവത്തിന് കനിയേണ്ടി വരും. അങ്ങനെ അയാൾ അവിടെ നിന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ പൊന്നുമാണ് ഫോട്ടോ എടുത്ത് തരുന്ന ആൾ. ഷെബി വണ്ടി ഓടിച്ചിട്ട് ഷെബിക്കാണ്ട് കയറാൻ പറ്റുമില്ലേന്ന് അറിയാത്തതിനും ഷെബി കയറിയില്ലാട്ട് വണ്ടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസാദം കിട്ടാൻ കുറച്ച് നിന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മാമനും മോളും ഭയങ്കര ഡാൻസ് കളി കേട്ടോ. ഡാൻസ് കളി എന്താ മണലല്ലേ, ഇഷ്ടമായി കണ്ട. തുള്ളി ചാടി നടക്കുന്നുണ്ട് കേട്ടോ മാമനും മോളും. അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പം അതിനനുസരിച്ച് ഡാൻസ് ചെയ്ത് നടക്കുന്നതാണ് ഈ ഒരു കാണുന്നത് കേട്ടോ. എത്ര പറഞ്ഞാലും രണ്ടും അനുസരിച്ചില്ല. മാമനും മോളും കണ്ടില്ല കളിക്കും. മാമ ഇങ്ങനെ കളിക്കണമെന്ന് വെച്ചാൽ അതുപോലെ കളിക്കാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാം കാര്യം നമ്മൾ എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ മൂപ്പര് പറയും കേട്ടോ. ഭയങ്കര ഇതാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛനെ കുളിപ്പിച്ച് കർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ട് കെടുത്തേശ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് കുടന്ന് കെടുത്തേശ് കൈ കൂപ്പി നിന്നു. പിന്നെ കർമ്മം ചെയ്യണ ആൾ പറയണ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് പറ്റണ പോലെ മൂപ്പര് അതൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഭയങ്കര അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ഇതാട്ടോ. കുണിക്കുമ്പോൾ നല്ല കാർത്തുമ്മ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങണ. അപ്പം ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രസാദം മാമന് മുകളിൽ നിന്ന് കഴിക്കുന്നു. വിശന്നിട്ട് വയ്യാട്ടോ അവർക്ക്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോൾ അമ്പലത്തിൽ നിന്ന് പോയി വരുമ്പോൾ ഞാൻ രാത്രി 11 മണിയൊക്കെ ആയി തോന്നുന്നു വീടെത്തുമ്പോൾ. വീട്ടിൽ വന്ന് ഉറങ്ങി കഴിച്ച് കുളിച്ചതിന് ശേഷം നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോകട്ടെ. അപ്പോൾ കുറേ വർഷം, എനിക്ക് ഒരു 10-18 വർഷം മുന്നെയാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ, 18-19 വർഷം മുന്നെയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ റിലയൻസ്, നമ്മൾ ചുരിദാറിൻ്റെ കളർ റിലയൻസിലേക്ക് ഒന്ന് കയറിയിട്ടാണ്. വേറെ ഒന്നിലൊക്കെ പൊന്നൂന് ഒരു ഫങ്ഷൻ ഉണ്ട് നാളെ. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ചുരിദാർ മെറ്റീരിയൽ എടുക്കാണ്ട് പോയതാട്ടോ. അപ്പോൾ അവിടെ എടുത്ത് കഴിഞ്ഞപ്പോൾ ചേച്ചി 2-3 ടോപ്പുകൾ വന്നിട്ട് ചേച്ചി ഒന്ന് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ആ മഞ്ഞ ഇഷ്ടമായി, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു വിഷമമായിട്ടാണ്. അങ്ങനെ ഈ ഒരു വൈറ്റൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ അന്വേഷണം വലിയ ഇഷ്ടമില്ല. ഇങ്ങനത്തെ കണ്ട ബാക്ക് വശം ഭയങ്കരമായിട്ട് വിരിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞ്, കാരണം ഞാൻ ഇഷ്ടമില്ലാത്തതിന് ഞാനും എടുത്തില്ല. ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ഈ ഒരു ചുരിദാർ അങ്ങനെ 2-3 നമ്മൾ ഇട്ട് നോക്കിയിട്ട് മാറി മാറി ഇട്ട് നോക്കി. പിന്നെ അടുത്തത് നമ്മുടെ ചുരിദാർ അങ്ങനത്തെ ഒരു കളർ എൻ്റെ ഇല്ലാത്തതിനും ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട പക്ഷേ രസമുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മളിത് അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂർക്കാണ് കേട്ടോ. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തുമ്പോൾ 7 മണി കേട്ടോ. 7 മണിയാകുമ്പോൾ എത്തി നമ്മളവിടെ ഒരു ചിരട് പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ അമ്പലപ്പൊക്ക് കൂടുതൽ അച്ഛൻ മരിച്ചതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ചെറിയ ചെറിയ ദോഷങ്ങൾ പോലെ ഞങ്ങൾക്ക് സ്വയമായിട്ട് ഫീലായി തുടങ്ങി ഞങ്ങളുടെ കാര്യത്തിൽ കേട്ടോ. മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാരണം ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിടേണ്ട ഒരു ഫലമാണ്. അപ്പോൾ നമ്മളതിൽ വിശ്വസിക്കില്ല വെച്ചാൽ നമ്മളൊരാൾക്കും ചെയ്യാനോ പിടിക്കാനോ പോകാറില്ല. ഇനി അത് എത്ര കോടികൾ ആസ്തിയെങ്കിലും നമ്മൾ അങ്ങനത്തെ പണിക്ക് നിൽക്കില്ല. പക്ഷേ മറ്റുള്ളവരങ്ങനെയല്ല. അപ്പോൾ ഇത് ഞാൻ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ അച്ഛനെയും കാണാൻ പോയിട്ടോ. എല്ലാ കൊല്ലം ന്യൂ ഇയർ സമയം എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കണം. പോലെ എൻ്റെ കൊടുങ്ങല്ലൂരും അമ്മ ആ ഒരു കാര്യത്തിൽ സാധിച്ചു തന്നു കേട്ടോ. ഞങ്ങളങ്ങനെ നേരെ കൊടുങ്ങല്ലൂരാണ് പോയത് കേട്ടോ. കൊടുങ്ങല്ലൂർ പോയി അമ്മനെ തൊഴുതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ന്യൂ ഇയറിൻ്റെ സമയം ഫുഡ് കഴിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞിൻ്റെ അച്ഛനും ഒരു കാര്യം ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടു, സന്തോഷമായി. ഞങ്ങൾ ഈ യാത്ര പറഞ്ഞ് പോകാനുണ്ട്. ന്യൂ ഇയറിനേക്കാളും ഒരു 10-20 മിനിറ്റ് മുന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അതൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് ഇങ്ങനത്തെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഒരു എന്നാലും നമ്മൾ 2025 ലാസ്റ്റ് നമ്മുടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലം ഇപ്പോൾ തൊഴുതൂരാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. എൻ്റെ ചെറുപ്പത്തിലറ്റ് ഞാനും പോയിട്ടുണ്ടെങ്കിലാണല്ലോ, പിന്നെ പോയിട്ടില്ലല്ലേ? അല്ലാണ്ട് പോയിട്ടില്ല. അപ്പൊ ഞാനും ഒരു 10-18 വർഷം പോയിട്ടുണ്ട്. ബാരടിക്ക് ഒരു പ്രാവശ്യം പോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും എത്തിയിട്ടില്ല, വണ്ടി ബ്ലോക്കായിട്ട്. 10-18 വർഷം മുന്നേ ഞാനും പൊന്നും കുഞ്ഞിനും പോയിട്ടുള്ള. പിന്നെ ഒരുപാട് 10-18 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു കൂട്ടർ ഞാൻ വിളിച്ചിട്ടാ, ഇത്രയും വർഷമായിട്ട് ഇത്ര അടുത്തുണ്ടായിട്ട് നിങ്ങൾ കൊടുങ്ങല്ലൂർക്ക് വന്നില്ലേ എന്ന് ചോദിച്ചല്ലേ. എല്ലാത്തിനും സമയമുണ്ട് ദാസ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾക്ക് 2025 ലാസ്റ്റ് ദിവസമായിരുന്നു അല്ലേ നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പോയി തൊഴാൻ. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് എന്തായാലും ആഗ്രഹിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ എൻ്റെ കെട്ടിപ്പിടിച്ചിട്ടില്ല 2026 ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് എന്താ മുണ്ട് നന്നായി മുറുക്കി പിടിച്ചിട്ടുണ്ട്. 25 ഞാൻ എൻ്റെ കെട്ടിയത്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കും. 2025 ലാസ്റ്റ് ആയപ്പോൾ നമുക്കൊരു തീരെ നഷ്ടം അത്രയാണ്. ബാക്കി എന്നാലും കുറച്ച് കേസുകളൊക്കെ നമുക്കുണ്ടായി. നമ്മുടെ കുഞ്ഞൻ പോയിട്ട് അപ്പോൾ കുറച്ച് വിഷമങ്ങളും കാര്യം അങ്ങനെ ഓരോ ഘട്ടങ്ങളും നമുക്ക് ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ഇപ്പോൾ കുഞ്ഞൻ പോയെങ്കിൽ അത് വലിയ നഷ്ടമാണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സമാധാനം, കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. കുഞ്ഞിനായിട്ട് നമ്മൾ സ്നേഹത്തിലാണ് പോട്ടെ. പക്ഷേ അന്വേഷണമുണ്ടായ ലാസ്റ്റ് 2025 ലാസ്റ്റ് ഒരു നഷ്ടം അത് നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു നഷ്ടമാണ്. എന്നാലും അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എന്നാലും ഒരു ഭയങ്കര ഹാപ്പിനെസ് എന്താ വെച്ചാൽ എല്ലാ വർഷവും എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയായിട്ടായിരിക്കണം എനിക്ക് ആ ഒരു ആഗ്രഹം അല്ലേ. അല്ലെങ്കിൽ ഇന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. കുഞ്ഞ് കൊടുങ്ങല്ലൂരും പൊന്നു പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അതും അപ്പോൾ പൊന്നു പറഞ്ഞത് അമ്മ ഞങ്ങൾ എങ്ങോട്ടും ഇല്ല പ്രാവശ്യം. അവർ ഫുഡൊക്കെ വെച്ചിട്ട് അവിടെ അവർ വീട്ടിൽ ആഘോഷിക്കാതെ ചിരിക്കുകയായിരുന്നു. അപ്പോഴും കൊടുങ്ങല്ലൂർ അമ്മ വേണ്ട, ഈ അമ്മേൻ്റെ അടുത്ത് എല്ലാ വർഷവും ഉള്ളതല്ലേ, ഈ അമ്മ സ്വാർത്ഥതയുള്ള അമ്മയാണ്, മക്കളൊക്കെ അമ്മയുടെ അടുത്ത് തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് കൊടുങ്ങല്ലൂർ അമ്മ അങ്ങോട്ട് ചിന്തിച്ചു. അപ്പോൾ അതങ്ങോട്ട് സാധിച്ചു. എൻ്റെ മക്കളും 2025 പോലോട്ട് നമുക്ക് നല്ലൊരു ഫാമിലിനെ അതേപോലെ എൻ്റെ മക്കളും എൻ്റെ മരുമോനും എൻ്റെ ഭർത്താവും എൻ്റെ പേരക്കുട്ടി കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ഒരു സന്തോഷം. മറ്റെന്തിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എന്താണ് നമ്മൾ ഈ ലോകം കൈയടക്കിയ ഒരു സന്തോഷമാണ്. ഇവരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ 2025 ലാസ്റ്റോടുകൂടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ
പിരിഞ്ഞതല്ലേ ചേട്ടാ. 2026 നല്ലൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ലാസ്റ്റൊക്കെ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ, കൊടുങ്ങല്ലൂർ അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദോഷങ്ങളും പോയി, എല്ലാ കരിങ്കണ്ണുകളും നഷ്ടപ്പെടട്ടെ, എല്ലാ കരിങ്കണ്ണുകളും പൊട്ടി തെറിച്ച് പോട്ടെ. പിന്നെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പോയിട്ട് ഹർമാർത്തായിട്ട് തൊഴുതണേട്ടാ. നമുക്ക് ഏറ്റവും വലിയ പേടിയുള്ള കാര്യങ്ങൾ അതൊക്കെ പോയി തൊഴുത്തു അല്ലേ ചേട്ടാ. അപ്പം നമുക്കിനി 2026 രാവിലെ കാണാം. ഓക്കെ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ സമയം 2 മണി കേട്ടോ. അപ്പോൾ ബായ്. റൂമിലോട്ട് കിടത്താണ് അത്. അങ്ങനെ 2026 ജനുവരി 1 രാവിലെ ഒരു ഉച്ച കഴിഞ്ഞാണ് എനിക്ക് ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ പൊന്നു ഷിബിന് കുറേ നാളത്തെ ഒരു ആഗ്രഹമല്ലേ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. അങ്ങോട്ട് പോകാനുള്ളൊരു യാത്ര കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറി. അപ്പോൾ അറിയാലോ നമ്മൾ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഞങ്ങൾ 4 ഊണ് മേടിച്ചു വിട്ടു. ഷെബി വീട്ടിൽ നിന്ന് ദോശയും ചമ്മന്തി കഴിച്ചു. ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കങ്ങനെ ഏത് കറി പോലും അങ്ങനെ പച്ചക്കറിയുടെ കറികളൊന്നും വലിയ ഇഷ്ടമില്ലാത്തതും ഞാൻ അതേ മോരും കുറച്ച് പന്നീരിയുടെ ചോറ്, എനിക്ക് കുറച്ച് ചോറ് കുണിക്കുമ്പോൾ ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് മോരും തരുപ്പും കൊണ്ടാട്ടമുളകും പപ്പടം കൂട്ടിയിട്ട് ഞാൻ ചോറിൻ്റെ കേട്ടോ. എനിക്ക് അത്ര വേണ്ട കേട്ടോ. ഇവിടെ ഒക്കെ അറിയാത്തൊരു കാര്യം. ഹലോ ആടോ എനിക്ക് കാത്തോ എത്ര വർഷത്തെ ഒരു കാര്യമാണ് ഇപ്പം നടന്നത് അല്ലേ. കുറേ വർഷമായിട്ട് നമ്മളെല്ലായിടത്തേക്കും എത്തിയെങ്കിലും നമുക്ക് ഇവിടേക്ക് എത്താൻ സമയം ഇപ്പോഴാണ്. അതാണ് ശിവൻ ഭഗവാനെ കാണാൻ ടൈമുണ്ട്. അപ്പോൾ 2026 എന്തായാലും നിങ്ങൾക്ക് ശിവഭഗവാന്റെ ഒന്ന് ന്യൂ ഇയറിൻ്റെ തന്നെ എത്തിപ്പെടാൻ പറ്റി. 2025 നമ്മൾ ഇതാക്കിയത് കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്താണെങ്കിൽ 2026 സ്റ്റാർട്ടിങ് വള്ളിയുണ്ട് ചാടി കിടക്കണം. ഇവിടെ ഒന്ന് പൊക്കിയിട്ട് 2026 സ്റ്റാർട്ടിങ് നമ്മളിവിടെയാണ് കേട്ടോ. ആദിയോഗിയുടെ അടുത്താണ്. ആദിയോഗിയുടെ അവിടെയാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ ബാക്കിൽ കുളിക്കാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. വഴി നീളെ ബ്ലോക്കായിരുന്നു. എത്തുമ്പോൾ നമ്മൾ ഏകദേശം 6:45 സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30 ആ സമയത്തോട് കൂടിയിട്ടാണ് നമ്മൾ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മളിത് എന്താണ് തിരക്കെന്ന് പറഞ്ഞാൽ തീരട്ടോ, അത്രയും തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു 3 മണിക്കൂർ യാത്രയാണ്. ഇത്രയും നാൾ നമുക്ക് ഇവിടേക്ക് വരാൻ വൈകി പോയല്ലോ എന്നുള്ളൊരു വിഷമം. പിന്നെ ഒരു കാര്യത്തിൽ ശിവഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ അതിനൊരു സമയം വേണം, അങ്ങനെ പറയാം, ശിവൻ്റെ അടുത്ത് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴായിരിക്കും ഇത് കാണാനുള്ള യോഗം വന്നത്. അങ്ങനെ പൊന്നു പറയണ്ട ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആശ്രമമുണ്ട്, നമുക്ക് അവിടെ പോകണം ശിവഭഗവാന്റെ, നമുക്ക് അവിടെ കുറച്ച് ഒരു ദിവസം ഇരിക്കണം എന്നൊക്കെ എന്നെ പൊന്നു പറയണുണ്ട് കേട്ടോ. അറിയില്ല അങ്ങനെ ദൈവമേ എന്തൊരു ഹൈറ്റും പറയാമല്ലോ, ആകാശത്തെ തൊട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ഈ ലൈറ്റ് ഷോ തുടങ്ങിയിട്ടോ, കണ്ടാ നോക്കി ലൈറ്റ് ഷോ നോക്കി എന്തൊരു ചെന്തായിരുന്നു കാണാമെന്ന് പറഞ്ഞാതില്ല. അതിൻ്റെ ഒപ്പം അവിടെ ശിവൻ്റെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒന്നുകൂടി ഒരു ഇത് ഓം നമ ശിവായ അങ്ങനെ ഒരു ചില അമ്പലങ്ങളിൽ ഞാൻ മുമ്പ് ശിവരാത്രിയുടെ അന്ന് വെച്ച് കാണും. അതാണെങ്കിൽ ഒന്നുകൂടി ഫീല് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ശിവന് ഇങ്ങനെ ഇത് പറഞ്ഞറിയിക്കാന്ന് പറയാറില്ല കേട്ടോ. അത്രയും രസമായിരുന്നു അതവിടെ നിന്ന് കാണുമ്പോൾ. അതിലുപരി അവിടുത്തെ ആൾക്കാരുടെ ഊളിയും ബഹളം കൂടി ആകുമ്പോഴേക്കും ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മുടെ മേലൊക്കെ ഇങ്ങനെ കോരിത്തിരിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ശിവഭഗവാനെ കാണും എന്തൊരു രസമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം കുറേ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പോലെ കുറച്ച് പേരും കൂടെ എത്തത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും പോകാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോകണം, ഒന്ന് കാണണം, ശിവനെ കാണണം. നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഒരു കാഴ്ച ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഫീല് തരും. നമ്മുടെ മനസ്സൊരു പോസിറ്റീവും കാര്യങ്ങളും നമുക്കതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനായിട്ട് പറഞ്ഞു ദൈവമേ ഇത്രയും വർഷമായിട്ട് നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത്രയും ഒരു നഷ്ടബോധം തോന്നും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞെ കണ്ടിട്ടില്ല, കുഞ്ഞിന് വരാൻ പറ്റാത്ത സാഹചര്യമായി കയറാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞത്. കുഞ്ഞിന് അമ്പലങ്ങളിൽ പോകാൻ പറ്റുന്ന ഒരു ടൈമല്ല, അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുപാട് ദൂരെയാണ് കേട്ടോ, നിങ്ങൾക്കിത് കണ്ടറിയാം.
ഒരുപാട് ഇത്രയും ദൂരത്ത് നിന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഐഫോണിൻ്റെ ക്ലാരിറ്റിയിലാണ് നമുക്ക് ഇത്രയെങ്കിലും ഇത് കവർ ചെയ്യാൻ പറ്റിയത് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഫോണൊക്കെ ഏകദേശം കാലാവധി കഴിയാറായി 3-4 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഭംഗിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈ കടയുന്നത് വെച്ചാൽ നമുക്കത് കാണും വേണം, വീഡിയോ എടുക്കും വേണം, കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട്. പക്ഷേ ഇതൊരു രസമായിരുന്നു വെച്ചാൽ ഭയങ്കര ഫീലായിരുന്നു ആ ഒരു ടൈം. നമ്മൾ ശരിക്കും ആസ്വദിച്ചു കേട്ടോ, ശരിക്കും നമ്മൾ ആസ്വദിച്ചു. ഉണ്ണോളായാലും കണ്ട കഴുത്തുകൂടെ പാമ്പ് പോകണം നോക്കിക്കുക, ആ ലൈറ്റിൻ്റെ ഒരു ഇതിൽ കണ്ട കഴുത്തോടെ തന്നെ പാമ്പ് പോയിട്ട് ഞാൻ പക്തി വിടർത്തി നിർത്തോട്ട് നിൽക്ക് വരും കേട്ടോ. കണ്ട ആ സമയത്തൊക്കെ അവിടെ എന്തോരു ഊളിയും ബഹളമായിരുന്നു വെച്ചിട്ട് ഭയങ്കര രസം വെച്ചാൽ ഭയങ്കര രസം. പോകാത്തൊരാരെയും തന്നെ ജസ്റ്റ് ഒന്ന് പോകണം, അത് കാണണം കേട്ടോ. നമുക്ക് ഇത്രയും അടുത്ത് ഇങ്ങനൊരു കാര്യം കാണാൻ ഉണ്ടായി, നമ്മൾ പോയില്ല എന്ന് വയ്ക്കുമ്പോൾ നമുക്കൊരു തീരാനഷ്ടം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഭയങ്കര തീരാനഷ്ടം കേട്ടോ. ആ കണ്ണ് തുറക്കണമൊക്കെ എന്തൊരു ഫീലായിരുന്നു വെച്ചിട്ട് എന്തൊരു രസമായിരുന്നു. ഭയങ്കര എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അതും അതിൻ്റെ ഒരു ഈ ലൈറ്റും കാലൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് എന്താണ് ഇതിൻ്റെ പരിപാടി എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷേ അത് കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഫുഡൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള ആൾക്കാരല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രാത്രി 11:30 ആകുമ്പോൾ നമുക്ക് തൃശ്ശൂർ തുറന്നിരിക്കുന്ന ഹോട്ടൽ അക്ഷയ ആയിരിക്കും കേട്ടോ. അങ്ങനെ അക്ഷയയിൽ വരാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പുട്ട് മീൻകറി എന്തെങ്കിലും മതിയാവുമെന്നാണ്. പക്ഷേ അങ്ങനെ ഇന്നത്തെ ദിവസം കുറേ ദിവസമായി വീഡിയോ എടുക്കാൻ പറ്റാതെ 2-3 യാത്രകളും അമ്പലങ്ങളിലേക്കുള്ള യാത്രയൊക്കെ ആയിരുന്നു. ഇന്നാണ് ഒഴിവ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ സ്ഥലം വരുമ്പോൾ കേട്ടോ എന്താ പ്രശ്നം കണ്ടാ. പിറ്റേ ദിവസത്തെ അത് അവിടെ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്കിപ്പോൾ നേരെ വൈകി. അപ്പോൾ രാവിലെ ചായയും പത്തിരി കഴിച്ചു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ എൻ്റെ വീടിൻ്റെ വഴിയുടെ വരടിയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയൊരു വീട്ടിൽ ഉച്ചയൂണ് കൊടുക്കണുണ്ട്. വേറെ പ്രത്യേകിച്ച് വലിയ കറികളൊന്നും ഉണ്ടാവില്ല. സാമ്പാറുണ്ടാവും, മീൻ ചാറുണ്ടാവും, ഒരു പേരി 2 തരണ്ടാവും, ഒരു അച്ചാറുണ്ടാവും, മീൻ വറുത്തത്, ഓംപ്ലേറ്റ്, ബീഫ് ആവശ്യമുള്ളവർക്ക് ബീഫ് അടിക്കും. ഇത്രയും വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഊണയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയ കടയാണെങ്കിലും അവർ നല്ല നീറ്റിലാണ്. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. കുറേ നാളായാലും പോയിട്ടാ 4 മാസമായാലും 2 മാസം കൂടുമ്പോൾ ശരിക്കും ഇത് സെറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. നമുക്ക് മലയ്ക്ക് പോകേണ്ട സമയം, അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഉണ്ണുള്ള എക്സാം, അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസ്, പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഉണ്ണുള്ള സ്കൂള് തുറക്കണേക്കാളും മുന്നേ വന്നു പോകുന്നത് വെച്ചാൽ ഉണ്ണുള്ള സ്കൂൾ കഴിഞ്ഞാൽ ഇവരുടെ സമയം ഇവരുടെ ദിവസമൊക്കെ നമ്മൾ നോക്കി നിൽക്കണം. ഇപ്പോഴാണില്ല അതേ 2:30 അച്ഛന് മനസ്സിലായി അപ്പൊ 2 സഹകരിച്ചാണ് കേട്ടാ. ഒരുമ്പുണ്ടെങ്കിൽ ഒലക്കപ്പുറത്ത് മേടിക്കാം. മേടിച്ചിരിപ്പോ ചൂടുണ്ടല്ലാണ്ട് അങ്ങനെ. അപ്പൊ ഏകദേശം ഞാൻ അവിടെ എത്താറായി കേട്ടോ. 3 കിലോ. അപ്പോൾ നമ്മുടെ വീഡിയോ മുന്നേ കാണുന്നവർക്ക് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മുടി വെച്ചിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ട്. അപ്പോൾ എക്സലാണ് നമ്മൾ മുടി വയ്ക്കുന്ന ഇരിഞ്ഞാലക്കുടയുള്ള ബ്രാഞ്ചിൽ പോയിട്ടാണ് ഞാൻ മുടി സെറ്റ് ചെയ്യാറ്, സർവീസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുന്നു. ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 വർഷമായി, 2-2.5 വർഷത്തോളമായി. എന്നിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പ്രത്യേകിച്ചൊന്നും തോന്നാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ആ ഹെയർ നമ്മൾ 2 വർഷമായിട്ടും നമ്മളത് കൊണ്ടു നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് കെയർ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡെയിലി ഷാമ്പു വാഷ് ചെയ്യാൻ ഡെയിലി ഷാമ്പു വാഷ് ചെയ്യും കേട്ടോ. കണ്ടീഷണർ യൂസ് ചെയ്യണമെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാം. അങ്ങനെ പിന്നെ രാത്രി ഇറങ്ങുമ്പോൾ മെടഞ്ഞ് വയ്ക്കുക കേട്ടോ. വേറെ പ്രത്യേകിച്ച് അവരൊരു ബ്രാഞ്ച് ഷാർജയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവരുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വൈകി നമ്മുടെ ഉണ്ണുള്ള സ്കൂളൊക്കെ തുറക്കല്ലേ, ശനി ഞായറും 2 ദിവസം ഉണ്ടല്ലോ. അത് വെള്ളിയാഴ്ച രാത്രി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിൽ കയറി കേട്ടോ. അപ്പോൾ നെസ്റ്റോയിൽ കയറിയുള്ള ഗുണം എന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ ന്യൂ ഇയർ ആയിട്ട് ഓഫർ ഇട്ടുണ്ട്. അപ്പോൾ ഓഫറിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വെച്ചു. ഇനി സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതുണ്ട്. ഉണക്ക എന്താ ഉണ്ട് ഓക്കെ നമുക്ക് ഉണ്ടാക്കിയാലോ? കേറുന്നു വെറുതെ ഏട്ടാ. എന്തുണ്ടാക്കാനാടാ വന്ന്?
പൊതിച്ചോറുണ്ടാക്കാൻ വന്നവനാ അവിടെ നിന്നിട്ട് തെയ്യം കളിച്ച് നടക്കുന്നത്. മാജിക്ക് മനസ്സിലായി. നിങ്ങളോട് സഹായം ഉണ്ടായിരുന്നു എനിക്കറിയാം. എന്നിട്ടാ പൊതിച്ചോറുണ്ടാക്കാൻ വാ കമാ എന്നിട്ട് ഇറങ്ങിയതാ. എന്നിട്ട് ഇറങ്ങിയപ്പോ മാജിക്ക് ഉണ്ടാക്കിട്ട് വരാത്ര. അപ്പൊ ആ ഡീലെന്നല്ല പറഞ്ഞു നീ റൈറ്റ് സൈഡ് റൈറ്റ് ഏതാ ഏതാ റൈറ്റ് അമ്പാ ലെഫ്റ്റോ? ഞാൻ വലുതായിട്ട് ചേട്ടത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് പറയണ ലെഫ്റ്റ് റൈറ്റ്. വെക്കേഷനും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പം അതിൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ പഴയ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് തിങ്കളാഴ്ച എളുപ്പമാവില്ല കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ 4 ദിവസമായിട്ട് നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല. ഓരോ കാര്യങ്ങൾ അമ്പലങ്ങളിലേക്കുള്ള യാത്രയും പിന്നെ ഇന്നലെ അല്ലേ എൻ്റെ മുടി ഹെയർ സർവീസിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. നേരമായിട്ട് ഇത്ര ദിവസം കിടക്കാറ്. ഇന്നോട്ട് കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണിച്ച് പഠിക്കണം. ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ. എൻ്റെ ഒരു കുഞ്ഞ് കഴിച്ചത് അത് പൊട്ടി. ഇപ്പൊ മൂകാംബിക അമ്മയുടെ വാളയും കൊടുങ്ങല്ലൂർ അമ്മയുടെ ചരടുള്ള അതിന്റെ ആവശ്യമില്ല. ചെറുക്കണോ ശരിയാക്കാനോ എളുപ്പാവില്ല. കുഞ്ഞീതല്ലേ അത്ത വയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കി നോക്കാം. ഞാനിപ്പോ ഇതുള്ള ഇൻട്രസ്റ്റ് കാണിക്കാണ്ട് അടക്കാം. അങ്ങനെ ചേട്ടാ. അപ്പൊ നമുക്ക് പണി നോക്കാം. പിന്നെ കുണുക്കനെ കുണിക്ക് കുറേ ദിവസമായി പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. കുറേ ദിവസമായി. ഇന്നലെ അടിയായിരുന്നു കേട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കാത്ത. പൊതിച്ചോറ് ഉണ്ടാക്കാണ്ട് ഇന്നലെ അടി ഉണ്ടാക്കിയവനാ. ഇന്ന് പൊതിച്ചോറാണ് ആവശ്യം. പൊതിച്ചോറ് ചട്ടിച്ച പഴക്കഞ്ഞി ഇപ്പം ഇല്ല കേട്ടോ. പോളാന്ന് അടുത്ത ആഴ്ച. നാളേക്കുള്ളത് വേറെ അമ്മ സെറ്റാക്കുന്നുണ്ട്. ഇന്നേക്കുള്ളത് ഇത്. അപ്പോൾ ഒരാൾക്ക് ചുക്ക് കാപ്പിൻ്റെ ഡപ്പ അടിച്ചാലേ അത് കുറച്ചിട്ടെങ്കിൽ സ്ട്രോങ് കിട്ടുന്നില്ല. കുറേ ഇടണം. അപ്പം മധുരം കൂടുക. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? എന്തൊരു നിറ വ്യത്യാസമാണ്. അത് ഞാൻ തന്നെ ആകെ കയറിയിട്ട് അങ്ങനെ ഉച്ചയൂണ് ഉണ്ടാക്കണേക്കാളും മുന്നേ ഞാൻ കൂർക്ക മേടിക്കാൻ പോയപ്പോൾ അതിനാണ് ചുക്ക് കാപ്പിക്കുള്ള കൂട്ടുള്ള കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് ചുക്ക്, പിന്നെ നല്ല ജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഒരു 2 ടീസ്പൂൺ മല്ലി, ഒരു 5-10 ഏലക്കായ ഇതിട്ടിട്ട് നന്നായി ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തുളസി ഇടുന്നവർക്ക് തുളസി ഇടാം, പേരയുടെ ഇല ഇടുന്നവർക്ക് പേരയുടെ ഇല ഇടാം കേട്ടോ. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ മല്ലി, നല്ല ജീരകം, കുരുമുളക്, ഏലക്ക, ചുക്ക് അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പൊന്നിനെ വിളിച്ച് ചോദിച്ചു, പൊന്നു നീ ഇവിടെ ഉണ്ടെന്ന് അവർ കണ്ണൂർ പോകട്ടെ. അപ്പം ഞാൻ ചോദിച്ചു ഉച്ചത്തെ ഊണിന് ഉണ്ടാവുമോ പൊന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഉണ്ടാവും അമ്മ വെച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് അരി അടപ്പത്തിട്ടു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പരിപാടി കുറച്ച് മീൻ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കേര അങ്ങനെ എന്താ പറയില്ലേ, അതാണ് കേട്ടോ മീൻ. അപ്പോൾ അതൊക്കെ ഒന്ന് 2-3 ഇതിന് നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴുകുന്നതാ കാണുന്നുള്ളൂ. എങ്കിലും അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം കഴുകുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ മീൻ കുറച്ച് ബ്ലഡ് കൂടുതലാണ്. അപ്പോൾ ഒരു 3-4-5 പ്രാവശ്യം കഴുകുന്നുണ്ട്. ഇതിന് ഞാൻ ഫുള്ളും എഡിറ്റ് ചെയ്യുന്നതിൽ കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഇനി ഇപ്പം മീൻ പ്രാവശ്യം കഴുകുന്നുണ്ട് നെഗറ്റീവ് പറഞ്ഞു വരേണ്ടത്, അതുകൊണ്ടാണ് പറഞ്ഞ്. അപ്പോൾ മീൻ കറി വയ്ക്കാനുള്ളത് സ്റ്റീൽ പാത്രം, മീൻ വറക്കാനുള്ളതാണ് കേട്ടോ. ചട്ടിയിൽ വെച്ചാണ്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മസാല കൊണ്ട് തിരുമ്പി വെച്ചിട്ട്. എന്താ വെച്ചാൽ ഉണ്ണുകൾക്ക് പൊതിച്ചോറ് കഴിക്കാൻ മീൻ വറുത്താണ്. കുണുക്കിന് ഭയങ്കര ഇഷ്ടമാണ്. മീൻ വറവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കുണുക്ക്. കുണുക്കിക്കാനും മീനിൻ്റെ കഷ്ണം വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ മീൻ മസാല പറ്റിയതിന് ശേഷം കുറച്ച് പുളിയാട്ടോ ഇപ്പുറത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വാളം പുളി ഇട്ടിട്ടാട്ടെന്ന് ഞാൻ മീൻ കറിക്കുന്നത്. പുളി ചാറ് പോലത്തെ കറിയാട്ടോ മീൻ കറി എന്ന് വെക്കുന്നത്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും, അതായത് കൂർക്കപ്പേരിക്ക് മീൻ കറിക്കുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി. അതിൻ്റെ ഇടയിൽ ഞാനൊരു 2 ദിവസം മുന്നേ കറിവേപ്പില കൊടുത്തിട്ട് കഴുകി വാല വെച്ച കറുത്ത ഡപ്പയിലിട്ട് വെച്ചത് കാണാനില്ലായിരുന്നു. അന്വേഷിച്ച് വന്നപ്പോൾ ഇത് ആരോ ഫീസറിൽ കൊണ്ട് വെച്ചു. അതിൻ്റെ പരിപാടി തീർന്നു കേട്ടോ. എന്നാലും ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ മീൻ കറിക്കുള്ള ഇഞ്ചി കുനുനാന്നരിയാണ് കേട്ടോ. നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കറിയൊക്കെ ആകുമ്പോൾ
ഞാൻ ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിടാറിട്ട നമ്മളിങ്ങനെ കോട്ടയം കൊല്ലം സൈഡിലുള്ള പോലത്തെ മീൻകറി ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കാറ് പതിവ് കേട്ടോ. അങ്ങനെ ഒരു 5-10 വെളുത്തുള്ളി, ഒരു തുണ്ട് ഇഞ്ചും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 5-10 ചുവന്നുള്ളിയും നമ്മളിങ്ങനെ അരിയുന്നുണ്ട് കേട്ടോ. അതൊക്കെ അരിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം നമുക്ക് അടുത്തത് എന്താ പരിപാടി, മീൻകറി വയ്ക്കാം. അങ്ങനെ ഇതേ മീൻകറിക്കുള്ള ചുവന്നുള്ളിയും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കടുത്തത് എന്താ, ചട്ടി വെച്ചു. ചട്ടി വെച്ചപ്പോൾ വെള്ളം വറ്റി വരാൻ നിന്നാൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ഞാൻ ടിഷ്യൂ എടുത്ത് അതൊക്കെ തുടച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 1/2 ടീസ്പൂണോടത്തോളം ഉലുവ ഇട്ടു കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടി വരുമ്പോൾ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച് ചുവന്നുള്ളി ഇട്ടു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് കറിവേപ്പിലയും മുളകും പൊടിയും കാശ്മീർ ചില്ലി പൗഡറും സാധാ നമ്മുടെ വീട്ടിലെ മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഉണ്ടാ ഇനി നമ്മൾ പുളിയൊക്കെ നോക്കി ആവശ്യത്തിന് പുളി കുറവാണെങ്കിൽ ഒന്നുകൂടി അത് പിഴിഞ്ഞ് വയ്ക്കണം. ഞാൻ ഒന്നുകൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നിങ്ങളുടെ മീൻകറിയിൽ കുറച്ച് പുളിയൊക്കെ വേണം കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയുടെ മസാലക്കൂട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്ക് മല്ലിപ്പൊടിയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ ആ മീൻ കഴുകി വെച്ച മീനൊക്കെ പറക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ കറി വെക്കുന്ന എനിക്ക് തലയുടെ പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ തലയുടെ പീസ് കറി വയ്ക്കുമ്പോൾ അതിനൊരു കറിക്കൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അങ്ങനെ നമ്മളിതേ മീൻ കറിയിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. എന്തെങ്കിലും കുറവാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഞാനും എൻ്റെ അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ഉപ്പേരി വേണ്ടേ, പൊതിച്ചോറിന് ഉപ്പേരിയിലാണ് എന്ത് പൊതിച്ചോറ്. അപ്പോൾ നമ്മളിന്ന് കോർക്കുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ മീൻകറി വറ്റി വന്നപ്പോൾ ഞാൻ കുറച്ച് ഒരു ടീസ്പൂണോടത്തോളം പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 4-5 ചുവന്നുള്ളി അരിഞ്ഞിട്ട് അതും കാച്ചി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല മുളകിട്ട കറി കേട്ടോ. കപ്പയ്ക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ മീൻ കറി കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂർക്കൊക്കെ നന്നാക്കി വന്ന് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിപ്പിക്കാൻ വെച്ചോട്ടോ. പിന്നെ അപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ചട്ടിയിൽ, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ആകെ ഇത്ര മീനുള്ളൂ. അപ്പോൾ അത് ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് വറുത്ത് പോരാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ നമ്മൾ മീൻ ഓരോ സൈഡ്, ഒരു സൈഡിലേക്ക് തീ കുറച്ച് കൂടുതൽ, അപ്പോൾ ആ സൈഡിൽ പെട്ടെന്നായിട്ടാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പതുക്കെ കൂടി നിർത്തുന്ന മറിച്ചും തിരിച്ചും നിന്ന് അതൊക്കെ വറുത്ത് കോരിയിട്ടാണ്. കണ്ട ഏകദേശം നമ്മളത് വറുത്ത് കോരിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറിയായി, മീൻ വറുത്തതായി. കൂർക്ക ഏകദേശം ഒരു 2-3 വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ കൂർക്ക. അപ്പോൾ വിസിലടിച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് നമുക്ക് ഈ അരയ്ക്കതിന് ശേഷം വേണം കൂർക്കുപ്പേരി കാച്ചായിട്ടാ. അപ്പോൾ ഇവിടെ ഈ പൊതിച്ചോറിന് ഭയങ്കര ടേസ്റ്റായിട്ടാണ് കൂർക്ക ഉപ്പേരി. അങ്ങനെ നമ്മളടുത്ത ചട്ടി കൊണ്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചതിട്ടു, കുത്തിയ മുളക് ഒരു 1/2 ടീസ്പൂണോളം മുളകും പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ കൂർക്കും തട്ടിയിട്ടാണ്. ഇനി അത് ആ ഒരു തരി വേവിക്കുമ്പോൾ തുള്ളി വെള്ളം അതിൽ ബാക്കിയുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ കിടന്നൊന്ന് വറ്റിപ്പിക്കട്ടെ. എന്താ വെച്ചാൽ എരും ഉപ്പൊക്കെ ആ മസാലയൊക്കെ കൂടെ ഒന്ന് കൂർക്കയിൽ യോജിച്ച് വരണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൂർക്ക സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കൂർക്ക പേര് സെറ്റായി. അപ്പോൾ ഈ ഒരു 3-4 ദിവസം മുന്നേ മേടിച്ച് വെച്ച ചിക്കനായിട്ട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ആരും ഇവിടെ കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പെരിഞ്ചീരകവും കുരുമുളകും പൊടിയും ഗരം മസാലയുടെ പൊടിയും കുറച്ച് സൊറുക്കൊക്കെ ഒഴിച്ചിട്ട് അത് മസാല പരട്ടി അതങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ്. എന്താ വെച്ചാൽ കുണുക്കിക്കും ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിച്ചോളും. അവർക്ക് മേടിച്ച് കുറച്ച് ദിവസമായി. പിന്നെ നമ്മൾ വീട്ടിലില്ലാത്താനും നമുക്കത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിവിടെ ആരും കഴിക്കില്ല. പിന്നെ കറി വെച്ചാലും കഴിക്കില്ല. ഇനി വറുത്താൽ മാത്രം അവിടെ ചിലവാളൂ. കറി വെച്ച് കഴിഞ്ഞാൽ പറയും എൻ്റെ ചോര നീരൊക്കെ വറ്റിയെന്ന് പറയും അന്വേട്ട്. അന്വേട്ടൊന്നും ഇഷ്ടമല്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ യൂസ് ചെയ്യണതൊന്നും അന്വേട്ടന് ഇഷ്ടമല്ല. അന്വേട്ടന് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇനി അടുത്ത പരിപാടി ചമ്മന്തി കേട്ടോ. നല്ല ഒരു അരമുറി നാളികേരും ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, കുറച്ച് മുളകും പൊടി, ഒരു 5-8 ചുവന്നുള്ളി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി അരച്ച് വെച്ചു. അപ്പോൾ ചമ്മന്തിയായി. പിന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പുറത്ത് ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർത്തുമ്മയ്ക്ക് ചോറ് വേണം അത്ര, ചമ്മന്തി കണ്ടപ്പോൾ. അപ്പോൾ അതിനായിട്ട് കാർത്തുമ്മയ്ക്കുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുത്തപ്പോൾ മൂപ്പര് അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു വിഷമം. മാങ്ങാച്ചാറിന് ഞാൻ മാങ്ങ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോ 2 ആഴ്ച മുന്നേ മേടിച്ച ഒരു മാങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു.
അപ്പോൾ അതെടുത്തിട്ട് പുളിയില്ലാത്ത മാങ്ങ അപ്പോൾ കുനുകുനാന്നരിഞ്ഞു. എന്നിട്ട് ഉലുവയുടെ പൊടിയായിട്ട് ഇട്ട് കൊടുത്തത്. മാങ്ങയിൽ ഉപ്പൊന്നും ഇട്ട് വെക്കാനുള്ള നേരെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ മാങ്ങ നന്നാക്കി നന്നാക്കി ചെറുതാക്കി നന്നാക്കിയിട്ട് അതിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് സാമ്പാർ കായത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ സൊറുക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മാങ്ങയിൽ പുളി കുറവായിക്കാൻ കുറച്ച് സൊറുക്ക് ഒഴിക്കുന്നുണ്ട്. മാങ്ങ ഞാൻ മൂവാണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ ഞാൻ സൊറുക്ക് ഒഴിക്കാറില്ല കേട്ടോ, പുളി ഉണ്ടാവും. ഇത് തീരെ പുളിയില്ലാത്ത മാങ്ങയൊക്കെ ഒരു 2 ടീസ്പൂണോടത്തോളം സൊറുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങയുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഇതേ കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പും കാശ്മീർ ചില്ലി പൗഡർ 1 ടീസ്പൂൺ സാധാ മുളക് പൊടി ഇട്ടു. അങ്ങനെ ഇട്ടപ്പോൾ നമ്മുടെ അച്ചാർ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അച്ചാർ കേട്ടോ. നമ്മൾ വീട്ടിൽ വിരുന്നുകാരും വരുന്നെങ്കിൽ ഒരു മീൻ കറിയുടെ കൂടെ കൊടുക്കാൻ പറ്റിയൊരു അച്ചാർ കേട്ടോ. ഇത് ആരും ഉണ്ടാക്കാത്തതുകൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. ഇങ്ങനെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഒരുപാട് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര പെട്ടെന്ന് നോക്കി 5 മിനിറ്റ് ഞങ്ങൾക്ക് ആ മാങ്ങ അരിയണ ടൈമേ പിടിച്ചിട്ടുള്ളൂ. 5 മിനിറ്റുള്ളൂ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി കേട്ടോ. മാങ്ങാച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിക്കോട്ടെ. എനിക്ക് മാങ്ങ ഇങ്ങനെ അലിഞ്ഞ് പോകുന്നത് ഇഷ്ടമല്ല. മാങ്ങ ഇങ്ങനെ കടുമുടാന്ന് കടിക്കണ ആ ഒരു പാകമാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഒരുപാട് മാങ്ങ അച്ചാർ കുറേ ഇട്ടേക്കില്ല, കുറേശ്ശേക്ക് ആവശ്യത്തിന് ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടിയിട്ട് ഒന്നങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഞാൻ ചെയ്യാറുണ്ട്. രാത്രി ആകുമ്പോൾ മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വയ്ക്കും, പിറ്റേ ദിവസം അച്ചാറിടും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് അതിനൊന്നും നേരില്ല. പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കുറവോ തോന്നിയില്ല കേട്ടോ. ഒക്കെ ഭയങ്കര കറക്റ്റായിരുന്നു. സുറുക്ക് ഒഴിച്ചാൽ അതിൻ്റെ വെള്ളം ആ സുറുക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ചിട്ട് മാങ്ങയുടെ വെള്ളം ഇറങ്ങണം, എന്നിട്ട് ഞാൻ അച്ചാർ ഇടാറുള്ളൂ. അങ്ങനെ നമ്മളതൊക്കെ ഇളക്കി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഒരു ചെറിയ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് നേരെ ആ ചൂടോടക്കണം ഒഴിക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ആ മിളകിൻ്റെ ഒരു കുത്ത് മണം ഉണ്ടാവുമല്ലോ, അതൊക്കെ പോയി കിട്ടും കേട്ടോ. ആ മിളകൊന്ന് ചൂടാവും. നമ്മൾ ആ തിളച്ച എണ്ണ ഒഴിക്കണോട് കേട്ടോ. ആ കടുക് പൊട്ടിയാണ് നേരെ എടുത്തിട്ട് ഞാൻ ഒഴിക്കുക ചെയ്തിട്ടാ. എന്താ വെച്ചാൽ അപ്പോൾ ഒരു മിളകിൻ്റെ കുത്തോ കാര്യങ്ങളൊന്നും ആ കായത്തിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ എത്ര പെട്ടെന്ന് സെറ്റായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കൂടുതൽ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കാറ്, കുറേ വളഞ്ഞ വഴി കൂടെ ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഈ മുട്ട ഓംലേറ്റ് കേട്ടോ. ഞാൻ എന്താണെന്ന് പറയുക, അച്ചാറൊക്കെ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിയണം. കുറേ നേരം ഈ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ഇതാക്കാൻ ഇഷ്ടമല്ല. പെട്ടെന്ന് കാര്യങ്ങൾ കഴിയണം. അങ്ങനത്തെ ഒരു ശീലമായിട്ട് എനിക്ക്. അങ്ങനെ നമ്മൾ ഒരു 3 കോഴിമുട്ടയും ഒരു കുഞ്ഞ് സബോളയും ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു 4 മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ചെറിയ പാത്രം കണക്കി 4 എണ്ണം ഉണ്ടാക്കിയിട്ട് എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് പൊതിയാട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കുണുക്കനുള്ള ചോറ് പൊതിയാട്ടോ. അങ്ങനെ കുണുക്കന് കുറച്ച് ചോറിട്ടു. എന്ന് വെച്ചാൽ കുണുക്കൻ്റെ ഷെയർ ഇടാൻ ചേച്ചി ആരെങ്കിലും ഉണ്ടാവും എന്ന് അറിയാം കേട്ടോ. അപ്പോഴേക്കും ഇതാ ഒരാൾക്ക് കാർത്തുമ്മ അവിടെ ആ ചമ്മന്തി ചോറ് കൊണ്ടുവന്നിരുന്ന് കഴിക്കണോ, പാവം ഒരു ശല്യമില്ല കേട്ടോ. പാവം തോന്നിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കണതാണ്. ഇപ്പോൾ ചില നേരത്ത് നല്ല മോളാണ്, ചില നേരത്തല്ല നല്ല മോളാട്ടോ. ചില നേരത്ത് മാത്രം ഒരു ചെറിയ വാശി, അത് കുട്ടികളല്ലേ, അതില്ലാണ്ട് ഇരിക്കില്ലല്ലോ. അങ്ങനെ നമ്മുടെ മാങ്ങച്ചാർ ആദ്യം ഇട്ടു. പിന്നെ നമ്മൾ ചെയ്യാൻ കുറച്ച് നമ്മുടെ നാളികേര ചമ്മന്തി, നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ. പുളി ഇട്ടിട്ടുള്ള നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നല്ല ചമ്മന്തി. അപ്പോൾ ഞാൻ ചമ്മന്തി ഇട്ടപ്പോൾ ഒരാൾ അമ്മാമ്മ ഇച്ചിൻ ചമ്മന്തി, അത് അവളുടെ അച്ഛനും അവൾക്ക് ഭയങ്കര ഇഷ്ടം ചമ്മന്തി. അതിപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയ ഫുള്ളും കഴിച്ച് തീർക്കുക അവളുടെ അപ്പയാണ്. അതേപോലെ തന്നെ അവൾക്കും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കൂർക്ക് പേരിട്ടു. പിന്നെ നല്ല ദശയുള്ള പീസ് നോക്കിയിട്ട് കുഞ്ഞ് പീസ് ഇട്ടാൽ ചിക്കൻ വറുത്തത് വെച്ചു. ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ കുണുക്കൻ തിന്നില്ല. അപ്പോൾ ഞാൻ കുറേശ്ശെ വെച്ചോളൂ. ഒരു മീൻ വറുത്തത് വെച്ചു. പിന്നെ ഒരു കഷ്ണം മീനും കുറച്ച് ഗ്രേവി വെച്ചു. മീൻ കറി ഇഷ്ടമാട്ടോ. കുണുക്കന് കുടിക്കുകയും മീൻ കറി ഭയങ്കര ഇഷ്ടം. ഞാനങ്ങനെ അധികം എരിവില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് കഴിക്കാൻ പാകത്തിന്. പിന്നെ ഒരുപാട് കട്ടിയിലുണ്ടാക്കിയില്ല. പുളി വെള്ളമാണല്ലോ, പുളിന്തരം മിളകിൻചാറ് പുളിച്ചാറ് നല്ല അതൊരു പുളിയഞ്ചാറ് മീൻ കറിയാണ് കേട്ടത്. അങ്ങനെ ആ സൈഡിൽ അനാവശ്യമായിട്ട് വീണിടുന്ന ചമ്മന്തി എടുത്ത് ഞാൻ കഴിച്ചു വിട്ടാ. ഇനി നമുക്കിത് പൊതിഞ്ഞ് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടോ. അങ്ങനെ ഒന്നാമത്തെ പൊതി നമ്മുടെ കുണുക്കനുള്ളത് ഞാൻ പൊതിഞ്ഞ് അതങ്ങോട്ട് മാറ്റി വയ്ക്കട്ടോ. അതൊന്ന് കാർത്തു ഷെയർ ചെയ്തു, പൊന്നു ഷെയർ ചെയ്തു, അങ്ങനെ ഷെയറിങ് വരും കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫുള്ളും കുണുക്കൻ തിന്നാൻ കൂട്ടി പറ്റില്ല. അടുത്തത് നമ്മൾ കുണിക്കുമ്പോൾക്കുള്ള ചെറിയൊരു പൊതിയുടെ കുഞ്ഞ് കുറേ അവൾക്കാണെങ്കിലോ ഒരുപാട് ചിക്കൻ വറുത്തതോ മീൻ വറുത്തതോ ഒന്നും വേണ്ട, മീനിൻ്റെ ചാറ് മാത്രം വേണ്ട കേട്ടോ. ആ ഓംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാനാണ് കഴിച്ചത്. കുണിക്കാൻ ഓംപ്ലേറ്റൊന്നും കഴിക്കില്ല. അങ്ങനെ കുണിക്കീടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷെബിക്കും പൊന്നിനുള്ള പൊതിച്ചോറാട്ടോ ഞാൻ മൂന്നാമത്തത് പൊതിയണത്. അപ്പോൾ മാങ്ങച്ചാറ് മീൻ വറുത്തത്. അപ്പോൾ ഞാൻ ഒരെണ്ണ വെച്ചോളൂ. ഞാൻ പൊന്നിനോട് പറഞ്ഞു ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അമ്മ തരാം,
ഇതിൽ വെച്ച് ഇങ്ങനെ ഇതാക്കണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഒന്നും വേണ്ട, ആവശ്യമില്ലെങ്കിൽ എടുക്കാം. ചില നേരത്തെ ഷെബി മീൻ വറുത്തൊന്നും കഴിക്കില്ല, ഈ ചമ്മന്തി കൂട്ടിയിട്ട് തന്നെയാണ് അവൻ മെയിനായിട്ട് ചോറിന്. അങ്ങനെ അതൊക്കെ ഇട്ടു. പൊന്നൂനുള്ള പൊതിച്ചോറും സെറ്റായി. ഇനി അടുത്ത് നമ്മുടെ അനിയേട്ടനുള്ള പൊതിച്ചോറ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പൊതിച്ചോറോ കാര്യമോ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ നമ്മൾ ഈ പൊതിച്ചോറിലൊക്കെ ചോറിട്ടതിൽ കഴിക്കുമ്പോൾ ആർഭാടം വെച്ചാൽ നമ്മൾ തിന്ന് പോകണത് അറിയില്ല. ഇപ്പോൾ ഞാൻ ക്ഷീണിച്ചുകൊണ്ട് 2-3 കിലോ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരാഴ്ചത്തോളം നല്ല ഫുഡിങ് ആയിരുന്നു. ഞാൻ കഴിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ കഴിച്ചു. ഇനി ഫുഡ് പഴയ പോലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ വീണ്ടും പട്ടിണി കിടന്ന്. പക്ഷേ ക്ഷീണിക്കുമ്പോൾ നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നാലും അത് സെറ്റായി വരും. അപ്പോൾ ഞാൻ ചോദിച്ചു പൊതിച്ചോറ് വേണ്ട, എനിക്ക് തരി, ഞാൻ പ്ലേറ്റിലിട്ട് കഴിച്ചോളാം. അങ്ങനെ അതിനായിട്ടുള്ള പൊതിച്ചോറും സെറ്റായി. അങ്ങനെ കുണുക്കുമ്പോൾ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് കഴിച്ചാലോ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്ന് ഇരുന്നിട്ടാണ് കഴിക്കണത്. കണ്ട അച്ചാച്ചൻ്റെ പൊതിച്ചോറ് തുറക്കണ ആളായിരുന്നു എനിക്ക് നമ്മുടെ കാർത്തുമ്മ. അങ്ങനെ കുണുക്കിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട ഭയങ്കര സന്തോഷം. അതേ ചേട്ടാ, അച്ചാറ് കയ്യിലിട്ട് വന്നിട്ടിപ്പോൾ ഇവിടെ ഇന്ന് അടുത്തൊന്ന് നിന്ന് കഴിക്കേണ്ടത് ഈ തിരുമ്പിയ ഡ്രസ്സിലേക്ക് ആവരുത്. അവിടെ പോയിട്ട് കഴിച്ചോളൂ ആ സഹോദര. മാങ്ങച്ചാറ് ഈ അമ്പലത്തിൽ നിന്ന് പായസം കിട്ടാതെ കയ്യിലിട്ടിട്ട് നടന്ന് തിന്നുന്നുണ്ട് മാങ്ങച്ചാറ്. എങ്ങനെയുണ്ട് മാങ്ങച്ചാറ്? സൂപ്പർ. അങ്ങനെ കുണുക്കമ്മ ചോറുണ്ടാണ്. അങ്ങനെ ഞാൻ ഒരു പ്ലേറ്റ് എനിക്ക് ആവശ്യത്തിലുള്ള കുറച്ച് ചോറ്, ഒരു കുഞ്ഞ് മീൻ വറുത്തത്, ഒരു കുഞ്ഞ് പീസ് ചിക്കൻ വറുത്തത്, ഒരു പപ്പടം കൂട്ടിയിട്ട് എനിക്ക് ആവശ്യത്തിൽ കൊടുന്നു കേട്ടോ. പിന്നെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തൊക്കെ ഇട്ട് തരുന്നത് വേറെ കുണിക്കിടായിരുന്നു. എനിക്ക് കൂർക്കുപ്പേരും മീൻചാറും അച്ചാറും പപ്പടം ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് ഈ മുളകും ചാറ് കൂട്ടിയിട്ട് ഇങ്ങനെ ചോറിനാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കുഴച്ച് നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ പൊന്നു അമ്മ കുഴച്ചത് മതി, കഴിച്ച വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ പൊന്നു പറഞ്ഞു വേണ്ട, അമ്മ കഴിച്ചു ആദ്യത്തെ ഉരുളാണ്. അപ്പം ഞാൻ കഴിച്ചോട്ടോ. പിന്നെ അടുത്ത ഉരുള ഞാൻ എൻ്റെ പൊന്നിന് ഇട്ട് കൊടുത്തോട്ടോ. അതങ്ങനെ കുഴക്കിനാണ് അറിയാണ്ട് വെള്ളം ചേരും. നമ്മുടെ മീൻചാറും കുറച്ച് മാങ്ങച്ചാറും കുറച്ച് കൂർക്കുപ്പേരിയും തരി പപ്പടം കൂടി അവിടെ കുഴയ്ക്കുക. ആഹാ, അല്ല പലർക്കും പല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ടേസ്റ്റാണ് ഞങ്ങളിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.